എന്താടാ സാറേ, ഒന്നുകിൽ എനിക്ക് എൻ്റെ പഴയ ഡ്രോൺ കിട്ടണം, ഇല്ലേ പുതിയ വാങ്ങിച്ചു തരണം. നാളെ വൈകുന്നേരം വരെ ഞാൻ നോക്കും. ഇല്ലെങ്കിൽ ഈ ഫൂട്ടേജ് എടുത്താൽ ലോക്കൽ ചാനലുകാർ കൊടുക്കും. നോക്കിക്കോ, 50,000 രൂപയെങ്കിലും കിട്ടുമല്ലോ. എനിക്കും വേണ്ടേ സാറേ നിധി. മനുമോനെ, അത് മാത്രം ചെയ്യരുത്. ചെയ്യും. എന്റെ 3 മാസത്തെ സാലറി കൂട്ടിയ പോലും ഈ ഡ്രോൺ വാങ്ങാനുള്ള പൈസ തികയില്ല. തേങ്ങ. പോലീസ് ഇൻസ്പെക്ടർ ആണെന്നേ ഉള്ളൂ. ഹൗസിംഗ് ലോൺ, കാറിന്റെ അടവ്, പിടുത്തം എല്ലാം കഴിഞ്ഞ് വളരെ തുച്ഛമായ തുക കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് ഞങ്ങൾ. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇന്നേ വരെ ഒരു രൂപ പോലും കൈക്കൂലി വാങ്ങിയിട്ടില്ല. എനിക്ക് 1.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് മനുമോനെ. ഞാൻ എവിടെ പോയി ഇത്രയധികം പൈസ ഉണ്ടാക്കാനാ? കമ്മീഷണർ ഇൻസ്പെക്ടർ ബൽറാമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പോലീസുകാരൊക്കെ വലിയ സംഭവമാണ്. ഒരു കുന്തമല്ല. ഡ്രോണൊക്കെ പോയതല്ലേ സാറേ. നിങ്ങളെ കൊണ്ടൊന്നും ഒരു ഉണ്ടേ നടക്കൂല സാറേ. മനുമോനെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. സാർ എന്ത് ചീഞ്ഞ സെന്റിമെന്റ്സ് പറഞ്ഞാലും ശരി, നാളെ 6 മണി അതിനുള്ളിൽ എൻ്റെ ഡ്രോൺ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാശ് കിട്ടണം. സാറേ, എനിക്ക് വേറെ വഴിയില്ല. ഞാൻ ആ വീഡിയോ എടുത്ത് ചാനലുകാർ കൊടുക്കും. ഒന്ന് പോ സാറേ. അയാളുടെ പത്തനാപുരം രാജാവിന്റെ പണിയാണല്ലോ സാറേ. ഇല്ല മോളെ, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ശരി എന്നാ വിളിക്കാം. ശിവ, ഇയാൾക്കിത് വേറെ പണിയുണ്ട്. ഹലോ, മൊത്തം പ്രശ്നമാണ് സാർ. എന്ത് പ്രശ്നം? അത് നമ്മൾ പറത്തിവിട്ട ഡ്രോണില്ലേ, അത് കുപ്പി വെച്ച് എറിഞ്ഞിട്ട് വീഡിയോ ലോക്കൽ ചാനലിൽ കൊടുക്കുന്ന ചെക്കൻ പറയുന്നത്. എന്താ 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 നമ്മൾ പറത്തി വിട്ടതോ? എടോ, താൻ പറത്തി വിട്ടോന്ന് പറയടോ. സാറേ, താൻ എന്നെ നിർബന്ധിച്ചിട്ടല്ലോ ഞാൻ അവിടെ വന്നതും. അങ്ങനെ പറയരുത് സാർ. ഷിബു, ഈ കേസിൽ ഞാൻ അങ്ങനെ പറയൂ. അവിടെ ഈ കോവിഡ് ഡ്യൂട്ടി അല്ലാതെ വേറെ മലമറിക്കുന്ന പണിയൊന്നുമില്ല എനിക്ക്. അതുകൊണ്ട് നാളെ രാവിലെ പോലെ അവിടെയുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങി താൻ ആ ചെക്കനെ വെക്കാൻ നോക്ക്. പിന്നെ ആ വീഡിയോ എങ്ങാനും ന്യൂസ് ആയാൽ അതിന്റെ എല്ലാ കോൺസിക്വൻസും താൻ ഒറ്റയ്ക്ക് നോക്കിക്കൊള്ളു. എന്നെ കിട്ടും. ശരി. പെൻഷൻ പറ്റുന്ന ഇനി തേങ്ങ അടക്കേണ്ട ഒരു പരിപാടിക്ക് ഞാനില്ല. കോണത്തിലെ ചേട്ട മക്കളെ പാടി. നമ്മുടെ ക്ലാഡിന്റെ സൗണ്ടല്ലേ കേൾക്കണം? അവന്റെ തന്നെയാ. പോയി നോക്കാം. നിങ്ങളുടെ അനിയനല്ലേ, നിങ്ങൾ തന്നെ പോയി നോക്കിയാൽ മതി. വേറെയും സൗണ്ട് കേൾക്കണ്ടല്ലോ. പണ്ടവിടെ വേണ്ടി ഇന്നലെ പട്ടി എങ്ങാനും. മിണ്ടിപ്പോ തലയിൽ പൊളിക്ക് ഞാൻ തള്ളേ. അത്തേക്ക് പോയിക്കേ. പോലീസിനെ വിളിച്ചൊന്ന് ഇന്റെ ഇപ്പൊ കത്തിക്കില്ല. അപ്പൊ ജോസായിരുന്നു. നീ എന്ത് പ്രാന്തിയെ കാണിക്കണേ? എന്റെ ജോസ് എന്തൊട്ട് പ്രശ്നം? എന്നൊരു ഞാൻ കൊല്ലണം പന്നി. നീ സാമ്പിൾ ഉപ്പില് ചിന്തൊട്ടൊക്കെ നീ കാണിക്കണേ. വാങ്ങട്. അതായിരുന്ന കാര്യം. അപ്പൊ അതിലും വലിയ നാറിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? കട്ടൻ ചായ വേണേ ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നു. അത് നീ മതിലും ചാടി വരണം. ചന്ദ്രൻ പോയിട്ടിപ്പോ
വർഷം 15 കഴിഞ്ഞു അല്ലേ? കർക്കിടകം കഴിഞ്ഞാൽ 16 ആവും. ആ ആ മോനെ, ആ കുമാരേട്ടനെ അറിയില്ലേ? ഇല്ല. നിന്റെ അച്ഛന്റെ വലിയ കൂട്ടായിരുന്നു. കുമാരേട്ടൻ നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. എന്താ? നീ ഇങ്ങോട്ട് വാ. ഞാനേ ഒന്ന് ഷർട്ട് ഇട്ടിട്ട് വരാം. ഷർട്ടൊന്നും വേണ്ടാന്നേ, നീ ഇങ്ങോട്ട് വാ ഫസ്റ്റ്. കുപ്പിക്കാവും. മോനെ ജിനു. ജിന്നല്ല ആ അതെന്തെങ്കിലും ആട്ടെ. എന്നെ കുംഭംകുമാരെന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരറിയൂ. എനിക്ക് പണ്ട് ഈ കല്ലൂര് വാറ്റായിരുന്നേ. അന്ന് ചാരായത്തിന് 1 രൂപ 50 പൈസ. നിന്റെ അച്ഛൻ വരന്തരപ്പള്ളിയിൽ കൂപ്പിന്റെ പണിക്ക് പോകുമ്പോ എന്നും അവിടെ വന്ന് കൂടിയിട്ടേ പോവാറുള്ളൂ. ആ ചന്ദ്രന്റെ മോനാണ് നീന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പൊ കുറച്ച് മുന്നാ. നീയാകെ വളർന്ന ഒരുമാതിരി കാട്ടുമാക്കാനെ പോലെ ആയിട്ടോടാ. ചേട്ടാ വന്ന കാര്യം പറഞ്ഞേ. കുപ്പി എവറാ? എന്ത് കുപ്പി? എൻ്റെ കയ്യിൽ കുപ്പിയൊന്നുമില്ല. ഇതാ കൊച്ചിറക്ക, കുപ്പി നീ താത്തിയതാണെന്നും 1 കുപ്പി പോലും നീ വിറ്റിട്ടില്ലാന്നും ഈ ചുറ്റുവട്ടത്തൊക്കെ തിരക്കിയിട്ട ഞാനും ഇങ്ങോട്ട് വന്നേ. മോനെ വിനു, ഇങ്ങോട്ടേക്ക്. നിന്റെ പുറകിൽ എക്സസൈസ് ഉണ്ട്. സേഫായി കുപ്പിയും കച്ചവടാക്കി കാശും പോക്കലിട്ട് പോവാന്നാ നീ കരുതിയേ? നടക്കില്ല വിനു. എക്സസൈസ് നിന്നെ പൂട്ടും. പക്ഷെ ഈ കുമാരേട്ടൻ വന്നത് വേറൊരു ഡീലായിട്ടാ. കുപ്പി ഒന്നിന് 5000 രൂപ വെച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാർട്ടിണ്ടാ. ആര്? പുലിപ്പാറക്കുന്നിൽ ഗോഡ്സൺ തനിയൻ ഗ്ലാഡ്സൺ അണ്ടർവേൾഡ് കിങ്സ്. എത്ര കുപ്പി ഉണ്ടാ നിന്റെ കയ്യില്? പതുക്കെ പറ. എത്ര കുപ്പിയുണ്ട് നിന്റെ കയ്യില്? ഒരു 31 കുപ്പി കാണും. 30 കുപ്പിക്ക് 5000 രൂപ വെച്ച് 30 ലിറ്ററിന് 1.5 ലക്ഷം രൂപ പറ്റുമോ? കുപ്പി അങ്ങനെ എളുപ്പെടുക്കാൻ പറ്റിയ സ്ഥലത്തല്ല. പുറകിലാണ് എക്സസൈസ് ഉണ്ട്. എനിക്കൊരു സമയം വേണം. ദേ ഇത് 10000 അഡ്വാൻസ്, ബാക്കി കച്ചവടം നടന്നിട്ട്. മനസ്സിലായ? കുമാരൻ്റെ ഡീൽസൊക്കെ ഇങ്ങനെയാ, സ്ട്രൈറ്റ് ഫോർവേഡ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ മോൻ പ്ലാൻ ചെയ്തിട്ട് വിളിക്കേ. ഓക്കെ? ഇനിയിപ്പോൾ ഷർട്ടോ എന്താണെന്ന് വെച്ചു. പേടിയാവുണ്ട് വിനു. അച്ഛനാണെങ്കിൽ ജാതകവും പോയി നോക്കി 10 പൊരുത്താന്നൊക്കെ പറയണേ. അവൻ എത്രയും ഇവിടെ നടത്താനുള്ള പ്ലാനില്ല. ഏയ് നീ പേടിക്കൊന്നും വേണ്ട. എൻ്റെ മുന്നിലൊരു വഴി തെളിഞ്ഞു വന്നിട്ടുണ്ട്. സംഗതി സെറ്റായ കുറച്ച് കാശ് എൻ്റെ കയ്യിൽ വരും. കാശ് വന്നാൽ നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്താ ഇവിടെ കൂട്ടാൻ വെക്കാനൊന്നുമില്ല. നീ വരുമ്പോഴേ ആ പാപ്പന്റെ കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി മേടിച്ചോണ്ട് വാ. ആ ശരി. നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കും. ഞാൻ കാര്യങ്ങളൊക്കെ തെറ്റ് ചെയ്തിട്ട് നിന്നെ വിളിക്കാം. ഞാൻ പോട്ടെ. നീ പോണല്ലേ? അങ്ങനെ പോ. പാപ്പാര് ഗ്ലാസ് ഒരു ഗ്ലാസ് അല്ല, ഒരു ഗ്ലാസ് കുടിക്കണത് നല്ലതാ. നല്ല ശോധന കിട്ടും. കുടിച്ചോ. എനിക്കും വയറിന് ലേശം പ്രശ്നം ഉണ്ടായിരുന്നു. നീ വല്ല ഗുളികയുമായി കഴിച്ചടാ. പാപ്പോയ്, ആ മത്തങ്ങ എന്താ വരാ? മത്തങ്ങ കൊടുക്കണില്ല. കുമ്പളങ്ങ കൊടുക്കണില്ല. എന്തെനിക്കൊരു അരക്കിലും പരിപ്പുതാ. പരിപ്പ് തീർന്നു പോയി. ഏയ് പരിപ്പല്ല പാപ്പ എനിക്കിപ്പോ തന്നെ. അതോടുകൂടി ഇവിടുത്തെ തീർന്നു. നീ പൊക്കടേക്ക. അപ്പൊ എനിക്ക് തരാൻ ഈ കടയിൽ ഒന്നുമില്ല. നിനക്ക് തരാൻ ഒന്നുമില്ല. ആയിക്കോട്ടെ. പൊക്ക. കുമ്പളങ്ങ അവിടെ വെക്കടാ. കളവന്റെ ഒരു കുമ്പളങ്ങ. 30 ലിറ്റർ സാധനം അവിടെ വെച്ചിട്ട് ഒരു പെഗ് തരാത്തവനവൻ പച്ചവെള്ളം അവന് കൊടുത്തു പോകരുത്. കൊടുക്കരുത്. ആ എന്നെ കല്യാണം വിളിക്കാത്ത തെണ്ടിയത്. വെറുതെ അല്ല ഇപ്പൊ നിങ്ങൾ വിളിച്ചോടി അല്ലേ?